ഈ ലോറിയുടെ ഈ ട്രക്കിന്റെ ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടോ അർജുന്റെ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. ശ്രീധരൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ അടുത്ത് നിന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. അതിനകത്ത് ഒരു പക്ഷേ ശരീരഭാഗങ്ങൾ ഉണ്ടായേക്കാം. കാരണം 72 ദിവസം വെള്ളത്തിനടിയിൽ കിടന്നതാണ്. ആ ലോറിക്കകത്തായിരുന്നു. ആ പരിശോധന അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ആ പരിശോധന ഉടൻ തന്നെ തുടങ്ങുമോ ആ തെരച്ചിൽ? ഇതിനകത്ത് ശരീരഭാഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ നമ്മൾ തന്നെ ക്യാമറയിൽ ചില ഭാഗങ്ങൾ, അസ്ഥിയുടെ ചില ഭാഗങ്ങൾ നമ്മൾ രാവിലെ തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അത് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വൈകാതെ തന്നെ കട്ടർ ഇവിടേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്നലെ തന്നെ ലോറി ഉടമ മനാഫ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇത് വെട്ടിപ്പൊളിച്ച് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് പല ഭാഗങ്ങളും, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ ഇന്നലത്തെ തിരച്ചിലിൽ കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് ശിരസിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനാൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ കണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുത്ത് ഇത് എടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിലേതായാലും ഇപ്പോൾ ഈ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് വൈകാതെ തന്നെ ഇതിന്റെ ക്യാബിൻ മുറിച്ച് അതിനുള്ളിൽ എന്തെങ്കിലും ശരീരഭാഗങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക എന്നുള്ള നടപടികളിലേക്കൊക്കെ പോകും. ഏതായാലും ഇന്നത്തെ ദിനത്തിലെ ആദ്യ ടാസ്ക് അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോറി വെള്ളത്തിൽ നിന്ന് പൂർണ്ണമായും കരഭാഗത്തേക്ക്, പ്രതലത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇത് മുകളിലേക്ക് ഉയർത്തിയത്. ഇന്നലെയും 2 ക്രെയിനുകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്നലെ പല തവണ ഇതിന്റെ വടം പൊട്ടുകി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരുമ്പ് വടം ഉപയോഗിച്ചാണ് ഈ നടപടികളൊക്കെ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ ഈ ക്യാബിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും, അല്ലെങ്കിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ചുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇത് പൂർണ്ണമായും താഴേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായി ഇവിടെ എത്തിച്ചു. ഇനി ഇത് കുറച്ചുകൂടി ദേശീയപാത ഓരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇനി വേണ്ടത്. ആ നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും സമാന്തരമായി തന്നെ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ കാർവാർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഹുബള്ളി പാതയോരത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാബിൻ ഭാഗം പൂർണ്ണമായും ഇപ്പോൾ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ഒരാൾക്ക് അകത്തേക്ക് കൈയിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് അതിന്റെ ഒരു ഘടന എന്നുള്ളത്. അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട് അത് പൂർണ്ണമായും നാശമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആ മുകൾ ഭാഗം അത് വെട്ടിമുറിച്ച് അകത്ത് ഏതെങ്കിലും ശരീരഭാഗങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന രീതിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ഏതായാലും അതിനുവേണ്ടി കട്ടറും ഒക്കെ കൊണ്ടുവന്ന് ഇത് പൂർണ്ണമായും മുറിച്ച് മാറ്റിയ ശേഷം മാത്രമേ ആ നടപടികളിലേക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ അതിനകത്തുണ്ടോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും ലോറി പൂർണ്ണമായും ദേശീയപാതയോരത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഇനി ക്യാബിൻ പൊളിച്ച് അതിനകത്ത് ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന നടപടികളിലേക്കൊക്കെ കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ KB ശ്രീധരനാണ് ശിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അർജുന്റെ, മനാഫിന്റെ, ഭാരത് ബെൻസിന്റെ ആ ലോറി ഇപ്പോൾ പൂർണ്ണമായും ദേശീയപാതയോരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ആ ലോറിയുടേതായി ബാക്കിയുള്ളൂ. പുതിയൊരു ട്രക്കായിരുന്നു. അത്രയധികം ആഘാതം, എത്രത്തോളം വലിയൊരു മണ്ണിടിച്ചിൽ ആ ഒരു ആഘാതമുണ്ടായി എന്ന് ഈ
ഈ ലോറി ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും നേരത്തെ ബ്രേക്ക് ജാം ആയതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് എയർ ബ്രേക്ക് ആയിരുന്നോ ഹൈഡ്രോളിക് ബ്രേക്ക് ആയിരുന്നോ അതിനൊക്കെ ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും ഈ ട്രക്ക് ഭാരത് ബെൻസിൻ്റെ ട്രക്ക് ദേശീയപാതയോരത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി കാണുന്ന ഈ ഭാഗം അത് വെട്ടിപ്പൊളിക്കേണ്ടതുണ്ട്. കട്ടർ ഉപയോഗിച്ച് പൊളിക്കും. അത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അർജുൻ്റെ ശരീരഭാഗങ്ങൾ നമുക്കറിയാം ഇന്നലെ പ്ലാസ്റ്റിക് കവറിലാക്കി പൊതിഞ്ഞാണ് DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. 72 ദിവസമാണ് ഈ ക്യാബിനകത്ത് കുടുങ്ങി ആ പുഴയ്ക്കകത്ത് പെട്ടുപോയത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ശരീരഭാഗങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ആ സ്ക്രീനിൽ നോക്കൂ, ആ ചെറിയ ബോക്സിൽ ആ ലോറി വാങ്ങിയ സമയത്ത് ഏറ്റവും ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഭാരത് ബെൻസിൻ്റെ ഏറ്റവും പുതിയ മോഡലുള്ള ലോറിയായിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് ഇന്ന് ഇങ്ങനെ ആയിട്ടുള്ളത്. അപ്പം എത്രത്തോളം വലിയൊരു അപകടം, എത്രത്തോളം വലിയൊരു ആഘാതമുള്ള ഒരു അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്കിതാ ഈ രണ്ട് ദൃശ്യങ്ങൾ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ആ മുൻഭാഗം നോക്കൂ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. 72 ദിവസമാണ് ആ ഗംഗാവല്ലി പുഴയുടെ ആ മൺകൂനയ്ക്കടിയിൽ ഈ ലോറി അകപ്പെട്ട് കിടന്നിരുന്നത്. എന്നാലും ഇപ്പോൾ പൂർണ്ണമായും ലോറി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ആ മുൻഭാഗം അത് വെട്ടിപ്പൊളിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. KB ശ്രീധരൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇത് ആ ഒരു പരിശോധന ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്.